അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ 13ാമത്തെ ദിവസമാണെന്ന്. കുറച്ച് നിലക്കടല എടുത്തിട്ടാണ് ഞാൻ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്. അതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു കോഴിമുട്ടയും കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ജിമ്മിലേക്ക് പോകുന്നത്. ജിമ്മിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് 2 ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. PT സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെയിനും കാര്യങ്ങളും നല്ല വിശപ്പും ഉണ്ടാവും. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച് കഴിയുന്നതും പെട്ടെന്ന് ഞാൻ എഴുന്നേക്കും കേട്ടോ, ഇല്ലെങ്കിൽ വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ച് കഴിഞ്ഞത് ഏത് ഫുഡാണെങ്കിലും പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞ് എഴുന്നേക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് ചോറ്, തേങ്ങ അരച്ച മത്തിക്കറിയായിരുന്നു, 2 പീസ് മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരി, പിന്നെ ഉച്ചയ്ക്കത്തെ ആ ഗ്രീൻ പീസ് കറിയും കുറച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് ചമ്മന്തിയും. എന്നോട് നമ്മുടെ കോച്ച് പറഞ്ഞു അധികം ഈ തേങ്ങയിൽ ഭയങ്കര കാലറിയാണ്, അധികം കഴിക്കേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തേങ്ങ കുറച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുക്കുംബറും ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ചിക്കൻ സാലഡാണ് ഉണ്ടാക്കിയത്. കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു 4-5 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് ശേഷം ആ ഒലിവ് ഓയിലിൽ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളെടുത്തുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കുക. അത് പിന്നെ മറ്റൊരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ വെജിറ്റബിൾസ് ഞാൻ എടുത്തത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് മതി കേട്ടോ. ഞാൻ എടുത്തത് ഇവിടെ ബ്രോക്കോളി എടുത്തിട്ടുണ്ട്, ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തത്. നമ്മളെ കയ്യിൽ ഏതാണുള്ളത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്രോക്കോളി വേവിക്കുമ്പോൾ നമ്മൾ കോളിഫ്ലവർ പോലെ നേരത്തെ വെള്ളത്തിലിട്ട് വേവിക്കണം കേട്ടോ, തിളപ്പിച്ച വെള്ളത്തിലിടണം. അതിൽ പ്രാണി പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കിയൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നല്ല പോലെ വാട്ടി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ഷ്രെഡ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ്. നല്ല ഫില്ലിംഗ് ആണ്, നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ